നമസ്കാരം, ഞാൻ മായ സുരേഷാണ്. എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ഈ സുഖമാണോ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് നല്ല സുഖമാണ് എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എത്ര പേരുണ്ട് എന്നൊന്ന് ആലോചിക്കാൻ. ചിലർ പറയുമോ എനിക്ക് അത്ര സുഖം പോരാ, ഞാൻ അങ്ങനെ അങ്ങ് പോകുന്നു, ജീവിതം അങ്ങ് തള്ളി നീക്കുന്നു. ഇങ്ങനെയാണോ ഓരോരുത്തരും പറയുന്നത്? എനിക്ക് നല്ല സുഖമാണെന്ന് പറയുന്ന ആളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ അവരുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അവരുള്ളത് കൊണ്ട് സമാധാനത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് സുഖമാണ് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ തന്നെ എനിക്ക് സുഖമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷപ്രദമാകും. അതുപോലെ തന്നെ പ്രലോഭനങ്ങളിൽ പെട്ട് പോകാതിരിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെടാതിരിക്കുക. അതിനൊരു പ്രത്യേക അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്, ഒരു വയലോരത്ത് ഒരു മരത്തിൽ ഒരു അമ്മക്കിളിയും കുറേ കുഞ്ഞിക്കിളികളും ഉണ്ടായിരുന്നു. ഈ അമ്മക്കിളി ഈ കുഞ്ഞിക്കിളിയോട് പറഞ്ഞു, ഈ വയലെല്ലാം നിരത്തി വന്ന സമയത്ത് കർഷകൻ വന്ന് ഈ കിളികളെ എല്ലാം ഈ വിതയ്ക്കുന്ന സമയമുണ്ടല്ലോ, ഈ നെല്ലൊക്കെ വിതയ്ക്കുന്ന സമയത്ത്, അപ്പോൾ ഇതുങ്ങൾ ഈ കിളികൾ കുത്തി തിന്നുവായിട്ട് കർഷകൻ എന്ത് ചെയ്യും, ഒരു വല വിരിച്ചിട്ട് അതിനകത്ത് കുറേ ധാന്യങ്ങൾ നിറച്ചിട്ട് ഈ പക്ഷികളെ എല്ലാം പിടിച്ചോണ്ട് പോകും. ഇത് ആദ്യത്തെ ഈ അമ്മക്കിളിയുടെ കുഞ്ഞുങ്ങളെ എല്ലാം കർഷകൻ ഇങ്ങനെ പിടിച്ചോണ്ട് പോയപ്പോൾ പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളോട് ഈ അമ്മക്കിളി പറഞ്ഞു, മക്കളെ കർഷകൻ വരും, വല വിരിക്കും, നിങ്ങളത് വീഴരുത് കേട്ടോ, ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു ധാന്യങ്ങളായിരിക്കും അതേ നിറച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ധാന്യങ്ങൾ കൊത്താൻ നിങ്ങൾ പോകരുതേ, നിങ്ങളെ അവർ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിക്കിളികൾ പറയും, ഇല്ലമ്മേ ഞങ്ങൾ പോകത്തില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയായി ആദ്യത്തെ ദിവസം കർഷകൻ കൊണ്ട് വല വിരിച്ചു, ഏതോ ധാന്യങ്ങളൊക്കെ വിരിച്ചു. അപ്പം കുഞ്ഞിക്കിളികൾ വരുന്നത് നോക്കിയിരിക്കുകയാണ് ഇത് കർഷകന്. അപ്പോൾ ഈ കുഞ്ഞിക്കിളി പറഞ്ഞു, അമ്മ പറഞ്ഞ് അങ്ങ് ഓർത്തു, ഇത് ഞാൻ തിന്നാൻ ഞങ്ങളെ കൊണ്ടുപോകില്ല, ഞങ്ങൾ ചത്തുപോകലോ എന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം കർഷകൻ കണ്ട് ധാന്യം വിരിച്ചു, കുഞ്ഞിക്കിളികൾ ഇറങ്ങിയില്ല, കുത്തിയില്ല. അപ്പം കർഷകന് മനസ്സിലായി, ഇതുങ്ങൾ പഠിച്ച വിത്തുകളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ച് ഇത് എന്ത് ചെയ്തു എന്നറിയാം, അവിടെ കൊണ്ടുവന്ന് കുറേ ഫ്രൂട്ട്സ് അങ്ങോട്ട് നിരത്തി. എന്നിട്ട് ഫ്രൂട്ട്സ് നിരത്തിയപ്പോൾ കുഞ്ഞിക്കിളികൾ ഓർത്തു, ധാന്യം തിന്നരുതെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ആണല്ലോ, ഈ ഫ്രൂട്ട്സ് എടുത്താൽ കുഴപ്പമില്ലോ. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാം കൂടെ പറന്ന് പോയി ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇരിക്കുന്നിടത്തോട്ട് അതിലോട്ട് പറന്ന് കൊത്തിപ്പെറുക്കാൻ തന്നെ. അപ്പോൾ ഈ 2-3 ആദ്യമേ കുഞ്ഞിക്കിളികൾ കൊത്തിപ്പെറുക്കുന്നുണ്ട്. അപ്പം മേളിൽ ഇരിക്കുന്ന മറ്റു കിളികൾ ഓർത്തു, ഇതുങ്ങളെ പിടിച്ചില്ല, അതുകൊണ്ട് എനിക്കിവിടെ പറന്ന് ചെല്ലാന്ന് കൊണ്ട് ഇതുങ്ങളെല്ലാം കൂടെ വലയ്ക്കകത്തോട്ട് വീഴുന്ന നോക്കി കർഷകൻ മാറി നിൽക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കർഷകൻ കുഞ്ഞുങ്ങളെ മൊത്തം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അമ്മക്കിളി വന്ന് നോക്കിയപ്പം കർഷകൻ ഇത് നോക്കി പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞിക്കിളിയോട് ചോദിച്ചു, പറഞ്ഞതല്ലേ ഇതിനകത്ത് പോയി ചാടരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് അമ്മക്കിളി ചോദിച്ചപ്പോഴത്തേനും ഈ കുഞ്ഞിക്കിളി പറയാം, അമ്മേ അതേ ധാന്യമല്ല കേട്ടോ, ഇത് ഫ്രൂട്ട്സ് ഇട്ടതാ, ഫ്രൂട്ട്സാണ് ഞങ്ങൾ എടുക്കുന്നതിന് ചെന്നതെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഓരോ ചതിക്കുഴിയിലും വന്നുവിടുന്നത്. നമ്മൾ ഈ ധാന്യങ്ങളെ കൊത്തിപ്പറക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിവില്ലാത്ത കുറേ ആൾക്കാർ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ കാണുന്നതെല്ലാം ഈ ധാന്യമല്ല എടുക്കരുതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കണ്ടാൽ എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്ത ഒറ്റ ബുദ്ധിയോട് കൂടിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചതികൾ പറ്റുന്നതും പണം പോകുന്നതും അതുപോലെ തന്നെ മാനം പോകുന്നതും കുടുംബത്തിൻ്റെ അഭിമാനം പോകുന്നതും എല്ലാം ഈ ചതിക്കുഴികൾ തിരിച്ചറിയാതെ ഈ കുഞ്ഞിപ്പക്ഷികളെ പോലെ അറിയാതെ ചെന്ന് വലയ്ക്കകത്ത് വീഴുന്നതാണ്. അപ്പം നമ്മൾ തിരിച്ചറിയുക, നമുക്ക് വരുന്ന ഓരോ അപകടങ്ങളും ഏത് രീതിയിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാകാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതും പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അടുത്ത നാളിലും കേട്ടു, റെയിൽവേ ട്രാക്കിൽ ഒരാളെ ഒരു പെണ്ണിനെ കൊന്നിട്ടിരിക്കുന്നത്, നാട്ടക സ്വദേശി എറണാകുളംകാരനാണ് കൊന്നിട്ടിരിക്കുന്നത്. ഇതുപോലുള്ള നമ്മൾ പല രീതികളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളായി നിൽക്കുക, നമ്മളെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആരും നമ്മളെ സംരക്ഷിക്കാൻ വരികയില്ല, ആരും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം അതാണ്, നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഒറ്റപ്പെട്ട് നമ്മൾ തനിച്ചാണ്, നമ്മൾ വരുന്നതും തനിച്ച് പോകുന്നതും തനിച്ച്, ആരും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല എന്ന് വിശ്വസിക്കുക. ഇപ്പം നമ്മളിപ്പം പദവി പ്രശസ്തി പണം ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ചുറ്റോട് ചുറ്റും കാണും. 10 ദിവസം ബെഡിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് എത്ര പ്രാവശ്യം എത്ര ഫ്രണ്ട്സ് പോകും, എത്ര ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോകും, ആരും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിക്കുക. ഈ കാണുന്ന എല്ലാ മായാ കാഴ്ചകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒന്നിലും ചെന്ന് പെടാതെ നമുക്ക് എപ്പോഴും വലുത് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം. അപ്പോൾ അതിനപ്പുറത്തോട്ട് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ചെന്ന് പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നമ്മൾ ചെന്ന് പെടുന്നത്. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകളാണ് വരുന്നത്, അതുപോലെ പണം തട്ടിച്ചു പോകുന്നത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ ചെന്ന് പെടാതിരിക്കുക. പിന്നെ നമുക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ പറ്റുന്ന, വേദനിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും
വലിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരെ നമുക്ക് നന്നായിട്ട് ദേഹം വേദനിപ്പിച്ച് അവരെ കരയിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. 2 കാര്യം കൊണ്ട് നമുക്കൊരാളെ കരയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന്, നമുക്ക് വേദനിപ്പിച്ച് കരയിപ്പിക്കാം. 2, നമുക്ക് സ്നേഹം കൊണ്ട് കരയിപ്പിക്കാം. നമ്മൾ ഒരുപാട് ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ വലിച്ചടിപ്പിച്ചിട്ട് അവരെ വലിച്ചെറിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും മരണതുല്യമായ വേദന എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിന് ഏൽക്കുന്ന വേദന കൊണ്ടുള്ള കരച്ചിൽ, അത് ജീവിത അവസാനം വരെയുള്ള കരച്ചിൽ, ശരീരത്തിന് ഏൽക്കുന്ന വേദന കൊണ്ടുള്ള കരച്ചിൽ, കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ആ വേദന അങ്ങ് മാറും, അല്ലെങ്കിൽ ആ പാടുകളെല്ലാം നോവിച്ച മാറുമ്പോൾ ആ വേദന മാറും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിലേക്ക് ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിലും ചെന്ന് ചാടാതെ നമ്മൾ കാരണം മറ്റൊരാളുടെ കണ്ണ് നിറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം എപ്പോഴും ഹാപ്പി ആയിരിക്കും. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും, നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും ബൈ, സീ യു. സമയം ഒരുപാടായി. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വലിയ വീഡിയോ ആയിപ്പോയതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ.